എന്താ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ശാരിക്കൊച്ചാണ്. അമ്മേ, അതൊക്കെ വലിയ കഥയാണ്, ഞാൻ ഒഴിവ് പോലെ പിന്നെ പറഞ്ഞു തരാം. അമ്മ വേഗം ഇടപെട്ടു. അതെ അമ്മേ, ഇപ്പോ കുട്ടികൾ വന്നല്ലേ ഉള്ളൂ, അവര് ഇപ്പോഴൊന്നും പോവില്ലെന്നേ. എന്നാ നിങ്ങൾ കഴിക്ക്, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞ് മാമൻ എഴുന്നേറ്റു. അത് മുഴുവൻ കഴിക്കടാ ദേവാ. മതിയമ്മേ, ഇന്ന് ഒരുപാട് വൈകി, ഇനിയും നിന്നാ ശരിയാകൂല. മാമൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോയി. വൈകുന്നേരമാകും വരാനെന്ന് അച്ചു പറഞ്ഞു. ആ, പിന്നെ നമ്മുടെ അപ്പു, ആള് ആകെ സൈലൻ്റായി ഇരിക്കുകയാണ്. എന്താണോ എന്തോ, സുഭദ്രമ്മായി പിന്നെ ഞാൻ ഈ നാട്ടുകാരിയെ അല്ല എന്ന മട്ടിലാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ദേവുമ്മയും അമ്മയും അടുക്കളയിലേക്ക് കയറി. നന്ദുവും അച്ചുവും ഹാളിൽ തന്നെ ഇരുന്നു. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മ വന്നപ്പോൾ ഇമേജ് കളയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം ഞാനും അടുക്കളയിലേക്ക് വിട്ടു. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ അമ്മേ? എൻ്റെ മോള് ഒന്നും ചെയ്യണ്ട. ഹുഹ്, താങ്ക്സ്. പണിയൊന്നും ഇല്ലെന്ന് കേട്ടപ്പോൾ അമ്മേനെ ചുറ്റിപ്പറ്റി ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ആമി. ദേവുമ്മയുടെ പരിഭവം കലർന്ന സ്വരത്തിൽ പറഞ്ഞതും അയ്യോടാ, എൻ്റെ ദേവുമ്മയ്ക്ക് ഫീലായോ. ദേവുമ്മീനെ കെട്ടിപ്പിടിച്ച് 2 കവിളിലും ഉമ്മ കൊടുത്തപ്പോൾ ഞാനും ആളും ഹാപ്പി. നന്ദു ഒക്കെ എവിടെ? അവർ ഹാളിലുണ്ടമ്മേ. ഞാൻ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുമെന്ന് കരുതി വന്നതാ. ഇവിടെ ഒരാവശ്യമില്ല മോളെ, അവരുടെ കൂടെ പോയി ഇവിടെയൊക്കെ കണ്ടോ, അമ്മ പറഞ്ഞു. അതെ ആമി, മുത്തച്ഛൻ ഇപ്പം പാടത്തോട്ട് പോകും, വേഗം ചെന്നാൽ അവരുടെ കൂടെ പോകാം. എന്നാ ഞാൻ പോയിട്ട് വരാം ദേവുമ്മേ. പാടത്തേക്ക് പോകാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അച്ചു, നമുക്ക് മുത്തുവിൻ്റെ കൂടെ പോയാലോ? ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ആമി വന്നാൽ പോകാന്ന്. ആണോ? എന്നാ വാ, വേഗം പോകാം. നന്ദുവിനെയും വലിച്ച് ഞങ്ങൾ പുറത്തോട്ടോടി. അപ്പോൾ അവർ പോകാൻ നിൽക്കുന്നതേ ഉള്ളൂ. മുത്തു, ഞങ്ങളുണ്ട്, അച്ചു വേഗം പറഞ്ഞു. ആ, എന്നാ പോര്. മുത്തു അതും പറഞ്ഞ് മുമ്പിൽ നടന്നു. ഞങ്ങൾ നടക്കാൻ നിന്നപ്പോൾ പ്രിയയുടെ സൗണ്ട് കേട്ടതും അപ്പോൾ നന്ദു പ്രിയേനെ വിളിച്ചു. ഒന്നും പറയാതെ നല്ലൂട്ടിയായി പിന്നാലെ കൂടി. ഞാനും നന്ദുവും അച്ചുവും പ്രിയയും ബാക്കിലും, ആദിയും ഭർത്തുവും അപ്പുവും ഞങ്ങളുടെ മുമ്പിലും, അതിനു മുമ്പ് മുത്തുവും. അങ്ങനെയാണ് നടക്കുന്നത്. മുത്തു ഇവിടെയുള്ള ഓരോന്നും എടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പാടാണ് അമ്മിയെ, ഇവിടെയൊക്കെ കൊയ്ത്തു തുടങ്ങാറായി. ദേ ദേ ആ കാണുന്ന വീട് വാടകയ്ക്ക് കൊടുത്തേക്കുവാണ്. മുത്തു എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് നടക്കണേ. വഴിയിലുള്ളവരൊക്കെ മുത്തുവിനോട് സംസാരിക്കുന്നുണ്ട്. ആഹാ, എന്താ ഇന്ന് പേരക്കുട്ടികളൊക്കെ കൂട്ടി എങ്ങോട്ടാ? സരസ്വതി വന്നോ? കുട്ടികളുണ്ടല്ലേ? വഴിയിൽ കണ്ട ഏതോ ഒരു മുത്തുവിൻ്റെ പ്രായമുള്ള മുത്തശ്ശൻ. ആ, ഇന്നലെ വന്നു. ഞാൻ തൊടിയിലേക്കാണ് തേങ്ങയിടാൻ പറഞ്ഞതാ കണാറിനോട്. അതൊക്കെ ഒന്ന് പോയി നോക്കട്ടെ. ആ, ദേവനില്ലേ അപ്പോ? അവൻ ജോലിക്ക് പോയില്ലേ? അവനൊന്നിനും നേരെയില്ല. അല്ല, ഈ കുട്ടി മനസ്സിലായില്ലല്ലോ. എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചതും മുത്തു ഒന്ന് ചിരിച്ചുകൊണ്ട്, രുദ്രന്റെ ഭാര്യ അന്നേ. രുദ്രന്റെ വിവാഹമൊക്കെ എപ്പോഴായിരുന്നു? ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ആ, അതൊക്കെ പെട്ടെന്നായിരുന്നു. ആത്മിക എന്നോട് തന്നെ പേര് ചോദിച്ചത് പേര് പറഞ്ഞിട്ട് ഒന്ന് ചിരിച്ചു കൊടുത്തു. തിരിച്ചും കിട്ടി ഒരു ചെറു പുഞ്ചിരി. ബാക്കിയുള്ളവരോടൊക്കെ പിന്നെ ഓരോന്നും ചോദിച്ച് ഭർത്തുവിനോട് കല്യാണം പറയാത്തതിൻ്റെ പരിഭവവും പറയുന്നുണ്ട്. എന്നാ നടന്നോളൂ, ഞാൻ നടക്കട്ടെ. 1ഉം 2ഉം കൊച്ചു വർത്താനം പറഞ്ഞ് 2 പേരും നടന്നു. ഇതിനിടയ്ക്ക് പ്രിയ എൻ്റെ ഭർത്തുവിൻ്റെ ഒപ്പം കൂടി. അതുകൊണ്ടാണോ എന്തോ ആള് സൈലൻ്റാണ്. എത്താറായില്ലേ അച്ചു? ദേ എത്തി. ഞാൻ ചോദിച്ചത് കറക്റ്റ് ടൈമായിരുന്നു. ഒരു വലിയ തെങ്ങുംതോട്ടമാണ്. മുത്തു പണി കഴിഞ്ഞതൊക്കെ നോക്കി നടക്കുകയാണ്. വലിയ പാടവും വാഴക്കൃഷിയൊക്കെ ഉണ്ട്. മുത്തു വലിയ കൃഷിക്കാരനാണ്. അവിടെയൊക്കെ ചുറ്റിക്കണ്ട് പിന്നെ തെങ്ങും ചാരി നിന്നു. ആമിയേച്ചി, ഇവിടെ ആമ്പൽക്കുളം ഉണ്ട്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ആണോ അപ്പു? എന്നാ വാ പോകാം. അങ്ങനെയൊന്നുണ്ടല്ലേ? അതും പറയാൻ മറന്നുപോയി. ഓ, അച്ഛന് ഓർമ്മയില്ലായിരുന്നു, പാവം.
വലിയ കുളമാണോടാ? ആമ്പൽക്കുളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആകാംക്ഷ കൂടിയതുകൊണ്ട് ഞാൻ ഓരോന്നും ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ട് നടക്കാണ്. ആ, അത്യാവശ്യം വലുതാ. ഇപ്പോഴും ആമ്പലുണ്ടാകുമോ? നീ പോകലുണ്ടോ അപ്പു? ആ ചേച്ചി, ഞാൻ ഇടയ്ക്കൊക്കെ വരും. എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട് ഇവിടെയാണ്. അപ്പോ വീടൊക്കെ ഉണ്ടോ? പിന്നെ ഇല്ലാതെ. ആദി, നീ പോയിട്ടുണ്ടോ? എൻ്റെ ആമി, കുളം ഒന്ന് കേട്ടപ്പോൾ നിന്റെ കിളിയൊക്കെ പോയോ? എന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് ആദി പറഞ്ഞതും ഞാൻ പുച്ഛിച്ച് മൈൻഡാക്കാതെ നടന്നു. പിണങ്ങല്ല ആമിയെ, ഞാനൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. ആമി എന്താ ആദ്യമായിട്ടാണോ കുളം ഒന്ന് കേൾക്കുന്നേ? എൻ്റെ ആകാംക്ഷയെ പ്രിയ പുച്ഛിച്ച് ചോദിച്ചു. കുളമൊക്കെ എൻ്റെ നാട്ടിലുണ്ട്. ആമ്പൽക്കുളം ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അവൾക്കൊന്ന് പുച്ഛിച്ചു കൊടുത്ത് ആദിയോടൊപ്പം കൂടി. വാവ്, അടിപൊളി! ആമ്പൽക്കുളം കണ്ടതും ഞാൻ അറിയാതെ തന്നെ എൻ്റെ നാവിൽ നിന്ന് വന്നുപോയി. ആമ്പൽക്കുളത്തിന് ചുറ്റും മതിലൊക്കെ പണിതിട്ടുണ്ട്. മേൽക്കൂര ഒന്നുമില്ല. നിറയെ ആമ്പലാണ്. തെളിഞ്ഞ നീല കളർ വെള്ളം കാണാൻ തന്നെ അതിമനോഹരമാണ്. കുളത്തിൻ്റെ പകുതിയിലേറെ ആമ്പലുണ്ട്. പിന്നെ നല്ല തെളിഞ്ഞ വെള്ളവും. കുളത്തിലേക്ക് ഇറങ്ങാൻ പടികളൊക്കെയുണ്ട്. ഞങ്ങളെല്ലാവരും അവിടേക്ക് ചെന്നിരുന്നു. എന്തു ഭംഗിയാണിതൊക്കെ കാണാൻ. ഒട്ടും ചളിയൊന്നും ഇല്ലല്ലോ ഇതില്. എനിക്ക് തോന്നിയ സംശയം നന്ദു ചോദിച്ചു. ഇതിപ്പോ അടുത്തെങ്ങാണ്ടും വൃത്തിയാക്കിച്ചതാ, അച്ചു പറഞ്ഞു. നല്ല കാറ്റ്. ഇത് വീടിനടുത്താണേൽ എപ്പോഴും വരാമായിരുന്നില്ലേ? ആ, എനിക്കും തോന്നിയിട്ടുണ്ടത്. ഇതിപ്പോ എത്ര ദൂരം വരണം? അച്ചു താടിക്ക് കൈയും കൊടുത്തു പറഞ്ഞു. ഞാൻ എൻ്റെ ഭർത്തുവിനെ ഒന്ന് നോക്കിയപ്പോൾ മൂപ്പര് എന്നെ നോക്കിയിരിക്കുകയാണ്. വേഗം കണ്ണു മാറ്റി ആമ്പൽ നോക്കി. വീണ്ടും നോക്കിയപ്പോൾ എന്നെ തന്നെ നോക്കുന്നു. തിരിച്ചു നോക്കിയാ ജാടയാകും. അതുകൊണ്ട് നോട്ടം മാറ്റി. അപ്പോഴാണ് പ്രിയനെ ശ്രദ്ധിച്ചത്. ഭർത്തുവിനെയും എന്നെയും തുറിച്ചു നോക്കുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ എണീറ്റു. അപ്പോൾ നമുക്ക് പോകാം, അച്ചു ആണ് കേട്ടോ പറഞ്ഞേ. എല്ലാവരും തിരിച്ചു നടന്നു. കുളത്തിൽ നിന്ന് കയറി മുന്നോട്ടേക്ക് എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ഭർത്തുവിനെ നോക്കുന്നത്. ആള് വന്നിട്ടില്ല. ഞാൻ വീണ്ടും അവിടേക്ക് തന്നെ നടന്നു. ഭർത്തു ഇപ്പോഴും കുളം നോക്കിയിരിപ്പാണ്. വിളിക്കണോ അതോ അവിടെ ചെന്നിരിക്കണോ? അതും ചിന്തിച്ച ഞാൻ മതിലും ചാരി നിന്നു. ഭർത്തു നല്ല ചിന്തയിലാണ്. ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ലാത്തോണ്ട് ഞാൻ ഭർത്തുവിൻ്റെ അടുത്തോട്ട് പോയിരുന്നു. അതെ, പോരുന്നില്ലേ? ഇതെന്താ ഇങ്ങനെ മൂളുന്നേ? അവരൊക്കെ പോയി. എന്നോട് ഇവിടെ നിൽക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. ചോദ്യം തീരെ പറ്റാത്തോണ്ട് മുഖം തിരിച്ചിരുന്നു. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു. പിന്നെ ഭർത്തു എണീറ്റപ്പോൾ എനിക്ക് ആ ആമ്പൽ പറിക്കാൻ ഒരു മോഹം. അതെ, ഒരു ആമ്പൽ പറിച്ചു തരുമോ? ഞാൻ നല്ല നിഷ്കുവായി നിന്നുകൊണ്ട് പറഞ്ഞു. പറിച്ചോ, എനിക്ക് പേടിയാ. അധികം ആഴമൊന്നുമില്ല. പ്ലീസ് ഒന്ന് പറിച്ചു തായോ. വേണമെന്നുണ്ടേ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ പോകും. എന്നാ എൻ്റെ കൈ ഒന്ന് പിടിക്കോ? ആവശ്യം എൻ്റെ ആയിപ്പോയി. ഞങ്ങൾ കുളത്തിലോട്ട് ഇറങ്ങി നിന്നു. വെള്ളത്തിന് നല്ല തണുപ്പുണ്ട്. ഞാനൊരു ധാവണിയാണ് ഉടുത്തത്. അതും അരയിൽ കുത്തി ഒരു കൈ ഭർത്തുവിൻ്റെ കയ്യിലും പിടിച്ച് ഞാൻ ആമ്പല് പറിക്കാനായി ആഞ്ഞു. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം പകുതിയിലേറെ ആമ്പലുണ്ട്. പക്ഷേ ഒരു പേടി. പോരാത്തതിന് വഴുക്കുമുണ്ട്. ഒരുവിധം കാലൊപ്പിച്ച് വെച്ച് പറിക്കാനാഞ്ഞതും കാല് സ്ലിപ്പായി കുളത്തിലോട്ട് വീണു. പണ്ടാരം, എനിക്ക് നീന്തൽ അറിയത്തില്ല. വെള്ളത്തിലോട്ട് താഴുന്നതും കണ്ണൊക്കെ തുറിച്ചു വന്നു. അപ്പോഴേക്കും അരയിൽ ഒരു കൈ വന്ന് പൊക്കി പിടിച്ചു. നേരെ നിന്നതും ഭർത്തുവിനെ കണ്ടപ്പോൾ അതുവരെ കിട്ടാഞ്ഞ ശ്വാസം ആഞ്ഞു വലിച്ച് ഭർത്തുവിനെ കെട്ടിപ്പിടിച്ചു നിന്നു.